സോ ഹായ് എവ്രി വൺ, ഇതൊരു താങ്ക് യു നോട്ട് വീഡിയോ ആണ്. അതായത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 10K ഫോളോവേഴ്സ് ഫൈനലി ആയിട്ടുണ്ട്. എനിക്കറിയാം ഈ 10K എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നും അല്ല, അല്ലെങ്കിൽ അത്ര വലിയ ഒരു കാര്യം ഒന്നും അല്ല എന്നുള്ളത് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് കിട്ടിയ ഒരു സംഭവമാണ്. അപ്പം ഞാൻ വിചാരിച്ചു, മാത്രമല്ല എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇടുന്ന വീഡിയോസിലാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ എനിക്ക് കുറച്ച് നല്ല കമൻസും കുറച്ച് നല്ല അപ്രിസിയേഷൻസ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇതിന് മുന്നേ ഒരു ഫേസ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു 10K എത്തുന്നതിന് മുന്നേ ഈ ഒരു ജേണി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന്. അതങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, എനിക്കറിയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഒരു കോണ്ടൻറ് ക്രിയേഷൻ, അതായത് ഡാൻസിങ്ങും പാട്ടും ഒക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഓക്കെ, ബേസിക്കലി ഞാൻ ഡാൻസും പാട്ടും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ പേജിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എൻ്റെ പേജ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു 2020, അതായത് 5 years ബാക്ക് എന്തോ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പോഴത്തെ വീഡിയോ കാണുമ്പോൾ അറിയാലോ, ഇപ്പം ഒരു പെർട്ടിക്കുലർ സോങ്ങിലാണ് ഞാൻ ചെയ്യുന്നത്. ആ ഒരു സോങ്ങിന് മാച്ചിങ് ആയിട്ടുള്ള കുറേ കോസ്റ്റ്യൂംസും അല്ലെങ്കിൽ ഡ്രസ്സസും ആക്സസറീസും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ഉണ്ട്. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ഏത് പാട്ടിട്ടാലും എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം കൈൻഡ് ഓഫ് ഡ്രസ്സസൊക്കെ തന്നെയായിരിക്കും ഞാൻ ഇടാറ്. സ്പെസിഫിക് ആയിട്ട് ഈ ഒരു പാട്ടിന് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇതൊന്നുമില്ല. അതായത് ഞാൻ സ്റ്റാർട്ടഡ്, ഞാൻ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഈ ഒരു കോണ്ടൻറ് ക്രിയേഷൻ അല്ലെങ്കിൽ ഡാൻസ് പാട്ടൊക്കെ കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാംസങ്ങിൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഒരു ഫോണിൻ്റെ ക്യാമറ മാത്രമേ എൻ്റെ കയ്യിൽ ക്യാമറ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഒരു എന്താ പറയുക, ഡാൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അത്ര എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇമ്പ്രൂവ് ആവണം. അതായത് എനിക്ക് ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എനിക്ക് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരണം എന്നുള്ളൊരു തോട്ടായിരുന്നു. ആൻഡ് ഓൾസോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ, ഇപ്പം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാനത് പണ്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന തരത്തിലുള്ള കോംപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ ആ സമയത്ത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാനങ്ങനെ വലിയ സീരിയസ് ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചിലവരൊക്കെ എന്നെ കളിയാക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ നന്ദി, അതിനകത്ത് 1-2 പേരൊക്കെ പറഞ്ഞിട്ടുള്ളൂ, കൊള്ളാം, നന്നായിട്ട് നീ കുറച്ചും കൂടെ അങ്ങനെ ചെയ്യുക അങ്ങനെ നോക്കുന്നു കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് മെജോറിറ്റി ഈ പറഞ്ഞ ഒരു കളിയാക്കൽ വൈബിലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കളിയാക്കിയാൽ ഞാനതങ്ങനെ കളിയാക്കുന്ന ടോണ് പറയുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കളിയാക്കുന്ന രീതിയിൽ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാനതങ്ങനെ മൈൻഡാക്കാറില്ല, എന്നെ അത് അഫക്റ്റ് ചെയ്യാറില്ല. ഞാനങ്ങനെ എന്തെങ്കിലും പറയട്ടെ എന്നുള്ളൊരു മട്ടിലാണ് ഞാൻ ഇരിക്കണേ. പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് എനിക്കറിയാം ഈ പേഴ്സൺ ഇപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലായാലും ഞാൻ അത് ആൾ പറയുന്ന കാര്യം എന്താണ് എന്നുള്ളത് ഞാൻ കൺസിഡർ ചെയ്തിട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇനിഷ്യൽ ഫേസസിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാനിടുന്ന വീഡിയോസും അന്നിടുന്ന വീഡിയോസും തമ്മിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. ഇപ്പം ഞാനൊരു 2 years ബാക്ക് ഞാൻ ഡാൻസ് ചെയ്ത കൊറിയോഗ്രാഫി ഞാൻ ഇപ്പോൾ ഡാൻസ് ചെയ്താൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പോസ്റ്റിങ്ങും മാത്രമല്ലല്ലോ, നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു സാറ്റർഡേ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ചിലപ്പോൾ ആ ഒരു വീക്ക് ഡേ ഫുള്ള്, അതിന് മുന്നേ ഉള്ള മൺഡേ മുതൽ ഫ്രൈഡേ ഫുള്ള് ഞാൻ പ്രാക്ടീസ് ചെയ്യും. ഫുൾ ഡേ അല്ല, എന്നാലും ഓഫീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഡേ ബൈ ഡേ നമ്മളിങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് വരും. നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും നമുക്കിപ്പോൾ പണ്ടത്തെ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഞാൻ അന്ന് ഇങ്ങനെയായിരുന്നു, ഇന്നിപ്പം കുറേ ചേഞ്ചസ് വന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കാം. മ്യൂസിക് ഞാൻ ട്രെയിൻഡ് ആയിരുന്നു. ആക്ച്വലി ഞാൻ ആദ്യം ഇനിഷ്യൽ ടൈമിലൊക്കെ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് മ്യൂസിക്കിനായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് ഡാൻസായിരുന്നു കുറച്ചും കൂടെ ഒരു പൊടിക്ക് സ്നേഹം ഡാൻസിനോടായിരുന്നു. അപ്പം ഞാൻ പിന്നീട് ഗ്രാജുവലി എൻ്റെ ഫുൾ ഫോക്കസ് അങ്ങോട്ടേക്ക് പോയി. പക്ഷേ എനിക്കിപ്പോൾ പാട്ട് പാടാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ PGയിലല്ലേ നിൽക്കണേ. അപ്പോൾ ഇവിടെ എനിക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്യാനും കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും ഞാൻ നോക്കാറുണ്ട്. കുറേയൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കും. പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോഴത്തേക്ക് പിന്നെ അതൊക്കെ മടിയാവും. എനിക്ക് പാട്ടിനേക്കാളും കുറച്ചും കൂടെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ളത്
ഡാൻസിൻ്റെ കേസിനകത്ത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ദർ ആർ സോ മെനി കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്. ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പം മെജോറിറ്റി ആൾക്കാരും ഈ പറഞ്ഞ പോലെ ലൈക്സും ഫോളോവേഴ്സൊക്കെ കയറണം. ഓഫ് കോഴ്സ് എല്ലാ ആൾക്കാർക്കും ഉണ്ടല്ലോ കുറച്ച് എൻഗേജ്മെൻറ്റ് കിട്ടണം, ഈ സാധനങ്ങളൊക്കെ എല്ലാ ആൾക്കാർക്കും ഉണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നമ്മൾ ഒരിക്കലും ഓക്കെ ഞാനിപ്പോൾ വീഡിയോ ഇട്ടു അതിനകത്ത് എൻഗേജ്മെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ ലൈക്ക് ഇല്ല, കമൻറ്റ് ഇല്ല, അങ്ങനെ ചെയ്ത് വെറി ചെയ്തിട്ട് നമ്മൾ പിന്നെ പോസ്റ്റ് ചെയ്യാണ്ടിരുന്നാൽ നമുക്കങ്ങനെ വലിയ റിസൾട്ടൊന്നും പിന്നീട് കിട്ടത്തില്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഡാൻസിനാണ് കുറച്ചും കൂടെ നിങ്ങൾ പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത്യാവശ്യം നമുക്ക് ക്വാളിറ്റി ഉള്ള കോണ്ടൻറ്റ്സ് തന്നെ പോസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഒത്തിരി വീഡിയോസ് ഇടുന്നതിനേക്കാളും നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നല്ലോണം പഠിച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്താൽ അതിന് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പം ഡാൻസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക, പാട്ട് പാടുന്ന ആൾക്കാരാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക, എന്താണെങ്കിലും പ്രാക്ടീസ് ചെയ്യുക, ക്വാളിറ്റി ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അത്രയേ ഉള്ളൂ. എൻഗേജ്മെൻറ്റില്ല ഇപ്പം ഞാനിടുന്ന വീഡിയോക്ക് അത്ര എൻഗേജ്മെൻ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അടുത്ത വീഡിയോക്ക് വരുമായിരിക്കും എന്ന് വിശ്വസിച്ച് അങ്ങ് പോസ്റ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മളങ്ങനെ വെറി ചെയ്തിരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. വർക്ക് ഫോർ യുവർ സെൽഫ്. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് എഫേർട്ടൊക്കെ ഇട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.